നമസ്കാരം. പരമേശ്വരൻ നമ്പൂതിരി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. പൊതുവെ എല്ലാവരും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. എനിക്ക് സാധ്യമാവുന്ന ദിവസത്തിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊന്ന് പോയി തൊഴുക എന്നുള്ള ശീലം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ളവരും എനിക്ക് പരിചിതമല്ലാത്തവരുമായിട്ട് പലരും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈശ്വരഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ. അപ്പോൾ പൊതുവെ ഈ ചെറുപ്പക്കാർക്കാണ് ഈ കൂടുതൽ ഈ ശീലം. അത്ര പ്രായമായിട്ടുള്ളവർ ഇത് ചെയ്യുന്നത് ഞാൻ പൊതുവെ കണ്ടിട്ടില്ല. വലിയതായിട്ടുള്ള രീതിയിലുള്ള തെറ്റൊന്നും അല്ല കേട്ടോ അത്. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. അതായത് നമ്മളെല്ലാവരും ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും നമ്മൾ ഭഗവാനെയാണെങ്കിലും ഭഗവതിയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മനസ്സിരുത്തി ഇങ്ങനെയാണ് തൊഴുക അല്ലേ. ആ തൊഴുത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഈ തൃപ്പടിയിലാണെന്നാണ് സങ്കല്പം. പൊതുവെ കൈ തൊട്ടു എന്ന് സങ്കല്പിച്ച് വീണ്ടും തൊഴുകല്ല കാണുന്നത്. നേരെ തിരിച്ച് ഈ കൈ കൊണ്ട് ഈ ഭഗവാനോടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും ആരാധനയുള്ളത് കൊണ്ടും ഒക്കെയാണ് ഈ ചുണ്ടത്താണ് കൈ മുട്ടിക്കുന്നത്. അതൊട്ടും വയ്യ ശരിക്ക്. കാരണം ഈ കൈ പിന്നെ ഇച്ചിലായി എന്നാ പറയുക. അതായത് ശുദ്ധമായിട്ട് വേറെ ഒരു പുഷ്പമായിക്കോട്ടെ പൂജിക്കാൻ എടുക്കാവുന്നതായിട്ടുള്ള പുഷ്പങ്ങളൊന്നും പിന്നെ നമ്മൾ തൊടാൻ പാടില്ല. കൈ കഴുകി കഴിഞ്ഞതിന് ശേഷം തൊടാട്ടോ. അപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ. അതായത് നമ്മൾ തൊഴുത് കഴിയുമ്പോൾ വീണ്ടും ചുണ്ടില് ഈ കൈ കൊണ്ട് തൊടരുതെന്ന് അർത്ഥം. വീണ്ടും തൊടാൻ തന്നെ പാടുള്ളൂ. അബദ്ധവശാൽ തൊട്ടു എന്ന് വിചാരിച്ചിട്ട് അത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അത് കൈ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ വീണ്ടും ശുദ്ധമാവുമെന്ന് അർത്ഥം. ക്ഷേത്ര ചിട്ടകളൊക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഭഗവാനെ നമ്മൾ തൊഴുമ്പോൾ നേർക്ക് നേരെ നിന്ന് തൊഴാൻ വയ്യ. നമ്മൾ ഒന്നുകിൽ ചെരിഞ്ഞു നിൽക്കുക, അതായത് ഒരു വശത്തേക്ക് മാറി നിൽക്കുക, നേരെ നിന്ന് അങ്ങോട്ട് തൊഴാറില്ല പൊതുവെ. അതേപോലെ തന്നെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ധനാഢ്യരായിട്ടുള്ള ആൾക്കാരൊക്കെ കസവ് ഷാളൊക്കെയാണ് ധരിക്കുക. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ കസവ് ഷാളൊക്കെയാണ് ധരിക്കുക. അതൊക്കെ ധരിക്കാം, അതൊന്നും തെറ്റല്ല. പക്ഷേ അത് ധരിക്കുമ്പോൾ ഭഗവാനെ തൊഴുന്ന സമയത്ത് ആ ഷാൾ നമ്മളുടെ കൈത്തണ്ടയിലേക്ക് ഇടണം. അത് ഷർട്ടായിക്കോട്ടെ. കാരണം നമുക്ക് ഭഗവാനോട് ബഹുമാനമുള്ളതും സ്നേഹവും ആരാധനയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മളല്ലല്ലോ കേവൻ, ഭഗവാനാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചൊരു കാര്യം, തലമുടി അഴിച്ചിടാതിരിക്കുക. ചില കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. തലമുടി അഴിച്ചിടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തലമുടി വീണ്ടും അശുദ്ധമാകുന്നാ പറയുക. പൊതുവെ പ്രായമായിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ചെയ്യാറുണ്ടാവും. അതായത് ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തലമുടി ഒതുക്കി കെട്ടിവെച്ചിരിക്കും. ഒരു ചെറു തലമുടി പോലും താഴത്തേക്ക് വീഴാത്ത രീതിയിൽ നല്ല രീതിയിൽ കെട്ടിവെച്ചിട്ടാണ് അവർ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് ഇവിടെയും ബാധക. ക്ഷേത്രമതിക്കകത്ത് ക്ഷേത്രനാലമ്പലത്തിനുള്ളിൽ തലമുടി വീഴാൻ വയ്യാന്നാ പറയുക. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. ധ്വജപ്രതിഷ്ഠയും കലശവും ഒക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ മാലിന്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ വീഴാതെ ആ ക്ഷേത്രത്തിന്റെ മുകളിൽ തന്നെ ഓല വച്ചൊക്കെ പന്തലിടും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് തലമുടി അഴിച്ചിട്ട് തൊടാതിരിക്കുക. ഇത് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതായിട്ടുള്ള വളരെ ചെറിയ കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ നാമം ജപിക്കും അല്ലെ. നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സ്തോത്രങ്ങളൊക്കെ ജപിക്കുമ്പോഴാണ് കേട്ടോ കൂടുതലും. ഇപ്പൊ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ലളിതാ സഹസ്രനാമാവും, വിഷ്ണുവിന്റെ അമ്പലത്തിലാകുമ്പോൾ വിഷ്ണു സഹസ്രനാമാവും കൂടുതലും അല്ലെ സ്തോത്രങ്ങൾ. അത് വളരെയേറെ തന്നെ അക്ഷരസ്ഫുടതയോട് കൂടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആ അക്ഷരസ്ഫുടത നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുകയായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ലളിതാ സഹസ്രനാമത്തിലൊക്കെ വളരെയേറെ അക്ഷരസ്ഫുടത വേണ്ടതായിട്ടുള്ളൊരു സ്തോത്രമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. പഠിച്ചിട്ടുള്ളവർക്കറിയാം, കുറച്ച് അധ്വാനമുണ്ട് പഠിക്കാൻ തന്നെ. ഇടയിൽ വരുന്നതായിട്ടുള്ള ഓരോ നാമങ്ങള് നവവിദ്രുമബിംബശ്രീന്യക്കാരീരതനച്ഛത ശുദ്ധ വിദ്യാങ്കുരാകാര ധ്വജ പങ്ക്തി ദ്വയോജ്വല എന്നങ്ങനെ ചൊല്ലുമ്പോൾ കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കശ്ചവി എന്നൊക്കെ ചൊല്ലുമ്പോൾ കുറച്ച് ഇത്തിരി പാടുണ്ട് അല്ലേ. ഇപ്പൊ തന്നെ ഏറ്റവും ലാസ്റ്റ് ചൊല്ലിയതായിട്ടുള്ള നാമങ്ങളൊക്കെ നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത. ഭ എന്നൊക്കെയുള്ള വാക്ക് പലപ്പോഴും ഞാൻ പലരും ചൊല്ലുന്നത് കേൾക്കുന്നത് ഭാക്ക് പകരം ബായാണ്, ധാരിണിക്ക് പകരം ധാരിണിയാണ്. ധാരിണിയുടെ അർത്ഥം വേറെ,
ധാര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ധാര എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന അർത്ഥം. അപ്പൊ അക്ഷരശുദ്ധി വളരെയേറെ നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ, നാമങ്ങൾ ജപിക്കുമ്പോൾ വളരെ ലളിതമാണ്. നാരായണ എന്ന് ജപിക്കാനും, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഈ നാമമൊക്കെ ജപിക്കുമ്പോൾ അത്രയേറെ ശ്രദ്ധ വേണ്ടതില്ല അല്ലെ, വളരെ എളുപ്പമാണ്. അപ്പൊ സ്തോത്രങ്ങൾ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ചെല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ യൂട്യൂബിൽ നിറയെ വീഡിയോ ഉണ്ട് നാമജപങ്ങളുടെ. ലളിതാ സഹസ്രനാമമൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾ അത് യൂട്യൂബിലൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി ആ പദങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ജപിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുത്താനായിട്ട് പാടാം. പഠിക്കുമ്പോൾ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ തന്നെ ആ സ്തോത്രങ്ങൾ നമുക്ക് ജപിക്കാനും പാരായണം ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തീർത്ഥം സേവിക്കുന്ന കാര്യം. ഈ തീർത്ഥം സേവിക്കുക എന്ന് പറയുന്നത് ആ പദം കൊണ്ട് തന്നെ സേവിക്കുക എന്നാണല്ലോ പറയാ, കുടിക്കുക എന്നല്ലല്ലോ. ഇപ്പൊ ചിലർ അമ്പലത്തിൽ തീർത്ഥം മേടിക്കുമ്പോൾ കാണാറുണ്ട്, കുറച്ചും കൂടി തരൂ തിരുമേനി, കുറച്ചും കൂടി തരൂ തിരുമേനി എന്ന് പറയും. തീർത്ഥം നമ്മളുടെ അന്നനാളത്തിൽ മാത്രം ലയിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ തീർത്ഥം സേവിക്കുമ്പോൾ, തീർത്ഥം കയ്യിൽ തിരുമേനി തരുമ്പോൾ, അല്ലെങ്കിൽ ആ ശാന്തിക്കാരൻ തരുമ്പോൾ ചുണ്ടും വായും തമ്മിൽ കൂട്ടിമുട്ടാൻ വയ്യ എന്നാ പറയാ. അത് കഴിഞ്ഞതിന് ശേഷം തീർത്ഥം നമ്മൾ ഇറക്കുമ്പോൾ വയറിലെത്താൻ വയ്യ. കാരണം വയറിലെത്തിക്കഴിഞ്ഞാൽ തീർത്ഥം അശുദ്ധവും. കാരണം വയറിൽ മറ്റു പല മാലിന്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഈ അന്നനാളം നനയ്ക്കാൻ മാത്രമേ തീർത്ഥത്തെ കൊണ്ട് നമ്മൾ സേവിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പൊ തീർത്ഥം കുടിക്കാനുള്ളതല്ല, തീർത്ഥം സേവിക്കുകയാണ്. ഈ പദമാണ് നമ്മൾ പറയേണ്ടത്. കാരണം പദങ്ങൾ പറയുമ്പോഴും പ്രത്യേകിച്ച് ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ ഭഗവാന്റെ തല എന്ന് നമ്മൾ പറയാറില്ല, ഭഗവാന്റെ ശിരസ് എന്ന് പറയാറുള്ളൂ. ഭഗവാന്റെ കാല് എന്ന് നമ്മൾ പറയാറില്ല, ഭഗവാന്റെ പാദം എന്നേ പറയാറുള്ളൂ. ഭഗവാന്റെ വയറ് എന്ന് പറയാറില്ല പൊതുവെ, ഭഗവാന്റെ ഉദരം. അതായത് ആ പദങ്ങൾക്ക് ഒരു പ്രാധാന്യം കൂടുതലുണ്ട്. അപ്പൊ നമ്മളുടെ ഭഗവാനെ പറ്റി പറയുന്നതായിട്ടുള്ള പദങ്ങൾക്ക് തന്നെ വ്യത്യാസമുണ്ടെന്ന് അർത്ഥം അല്ലെ. അപ്പൊ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നായി. അതായത് അമിതമായിട്ടുള്ള വേഷധാരണം ചെയ്യാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ക്ഷേത്ര ദർശനം കാണുമ്പോൾ, പലരും ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ശരിക്കും 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പോൾ അവർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് തന്നെ. അതായത് അത്രയേറെ വേഷധാരണത്തിന് വേണ്ടിയിട്ട് അവർ സമയം ചിലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വളരെ ലാളിത്യം നിറഞ്ഞതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് ശ്രമിക്കുക. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പുതിയ കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പം മനസ്സിലാവും. അതായത് ഈ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ്. മാർക്ക് സുക്കർബർഗ് ഒരു കാലത്ത് സ്ഥിരമായിട്ട് ഇട്ടിരുന്നത് ഒരു ഗ്രേ കളർ ടീഷർട്ടാണ്. ശ്രദ്ധിച്ചോളൂ, ഇപ്പോഴും നിങ്ങൾ ഗൂഗിൾ പോയി ചെക്ക് ചെയ്തോളൂ. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ടാണെന്ന് തോന്നുന്നു, ബ്ലാക്ക് കളർ ഷർട്ടാണ് ധരിച്ചിരുന്നത്. അതായത് ഇവര് അനാവശ്യമായിട്ട് വേഷധാരണത്തിന് വേണ്ടിയിട്ട് സമയം കളയാറില്ല എന്നർത്ഥം. അവർക്ക് വേറെ ടീഷർട്ടും ഷർട്ടും ഒക്കെ മേടിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അത് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാം അല്ലേ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാഢ്യരാ അവര്. സുക്കുംബർക്കൊക്കെ എപ്പോഴും രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇന്ന ഷർട്ട് വേണോ പാൻറ് വേണോ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട, ആ ഒരേ കളറുള്ള ഷർട്ട് തന്നെ ഉള്ളൂ, അപ്പൊ അത് ധരിക്കാൻ പോവുക. അപ്പൊ അവരുടെ സമയം, വിലപ്പെട്ടതായിട്ടുള്ള അവരുടെ സമയം അവർ ഒട്ടും ഇതേപോലെയുള്ളതായിട്ടുള്ള ഈ വസ്ത്രധാരണത്തിന് അവർ സമയം കളയുന്നില്ല എന്നർത്ഥം. അപ്പൊ നമ്മളുടെ സമയത്തെ കുറച്ചും കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ വളരെ ലാളിത്യം നിറഞ്ഞതായിട്ടുള്ള വസ്ത്രങ്ങളും ധരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇതിലത്ര വലിയ തെറ്റുമില്ല കേട്ടോ, അതും പറയട്ടെ. അതായത് ഇപ്പോൾ അറിയാണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ഗുരുവായൂരപ്പനോ ചോറ്റാനിക്കര ഭഗവതിയോ നമ്മളൊന്നും ചെയ്യാൻ പോകണില്ല. കാരണം ചിലർ പറയും, ഇപ്പോൾ ചിലർ പറഞ്ഞ കേൾക്കാറുണ്ട്, ഭഗവാൻ കോപിക്കും. അങ്ങനെയൊന്നുമില്ല. ഗുരുവായൂരപ്പന് അനുഗ്രഹിക്കാനേ അറിയുള്ളൂ, ചോറ്റാനിക്കരമ്മയ്ക്ക് അനുഗ്രഹിക്കാനേ അറിയുള്ളൂ. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കാനൊക്കെ ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നല്ലാണ്ടേ അതിലൊന്നും ഒരു സാങ്കത്യമില്ല. എങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരും ഇങ്ങനെ വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാൻ സാധിക്കുന്ന, വളരെ ഏറെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്ര ചിട്ടകളോട് നമ്മൾ കൂടുതൽ അടുക്കും. കാരണം ക്ഷേത്ര ദർശനം ചെയ്യുന്നവർ ക്ഷേത്ര ചിട്ടകൾ അറിയണമല്ലോ, ആ ക്ഷേത്ര മര്യാദകൾ അറിയണമല്ലോ. ക്ഷേത്ര മര്യാദകൾ പാലിക്കുവാൻ മര്യാദയുള്ളവരാണല്ലോ നമ്മൾ ക്ഷേത്ര ഭക്തര് അല്ലേ. അപ്പൊ പറ്റാവുന്നിടത്തോളം
ആ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ചിട്ടകൾ നമ്മൾ ഏത് ക്ഷേത്രമാണെങ്കിലും ഓരോ ക്ഷേത്രങ്ങൾക്ക് ചിട്ടകൾക്കും വ്യത്യാസം ഉണ്ടാവും. ആ ചിട്ടകളെ നമ്മൾ മനസ്സാൽ ആദരിക്കുക, ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ ക്ഷേത്ര ദർശനങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം വന്നു ചേരട്ടെ. നന്ദി, നമസ്കാരം.